ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്ര പ്രശ്നക്കാരിയാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് മൊത്തത്തിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിതയുടെ ജീവിതത്തിൽ. രഞ്ജിതയ്ക്കിപ്പോൾ ഒരു സമാധാനവും ഇല്ല. കാരണം സുമിത്ര എപ്പോഴാണ് അറ്റാക്ക് നടത്തുന്നത് എന്നുള്ള ആ ഒരു പേടിയും ഭയവും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് സ്വരമോളോടും അതുപോലെ ആ പാവം സന്ധ്യയോടും ആ ക്രൂരതയൊക്കെ പ്രേമയെന്ന് പറയുന്ന രാക്ഷസി കാണിക്കുന്നത്. ആ കുഞ്ഞിനു വേണ്ടി യാചനയായിട്ട് നിന്നിരുന്ന സന്ധ്യയെ പട്ടിയെ ചവിട്ടുന്നത് പോലെ ചവിട്ടിക്കൂട്ടി ആട്ടിത്തുപ്പി പുറത്തേക്ക് ഇറക്കി വിട്ടു. പോവില്ലെന്നും തന്നെ പുറത്തയക്കരുതേന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് കരഞ്ഞു പറഞ്ഞെങ്കിൽ പോലും പ്രേമയെന്ന് പറയുന്ന മനസാക്ഷി ഇല്ലാത്ത പുള്ളിക്കാരി അതിന് സമ്മതിച്ചില്ല. അങ്ങനെ സന്ധ്യ വീടിന് പുറത്തായി. അതിനുശേഷവും സന്ധ്യ പോകുന്നില്ല കേട്ടോ, അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സന്ധ്യയോട് നിന്നോടല്ലടി പോകാൻ പറഞ്ഞത്, ഇനി ഈ ഗേറ്റിനുള്ളിൽ നിന്നെ കണ്ടു പോകരുതെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുവാണ് ഈ പ്രേമ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ പാവം അതെന്നിട്ട് പുറത്തേക്ക് പോയിട്ടോ. അങ്ങനെ അതങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവളെല്ലാം എന്നെ പറ്റിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അവൾ എങ്ങനെയാണ് കള്ളക്കളികൾ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇനി സ്വരമോളെന്ന് പറയുന്ന അവളെ ഞാൻ എൻ്റെ പരിധിക്ക് കൊണ്ടുവരുമെന്നും ആ പെണ്ണിനെ ഞാൻ മര്യാദ പഠിപ്പിക്കുമെന്നൊക്കെ പറയുവാണ് ഈ പ്രേമ. അപ്പോൾ ആ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ജയിലിൽ ഇട്ടേക്കുന്ന ഒരു കണ്ടീഷനിലേക്കാക്കി കളഞ്ഞു. അതിനിനി അങ്ങോട്ടോ ഇല്ല ഇങ്ങോട്ടോ ഇല്ല, ഒന്നും മിണ്ടാൻ പോലും ആരും ഇല്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്കാണ് ആ കുഞ്ഞിൻ്റെ ജീവിതം വന്നെത്തി നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെയൊക്കെ ഇങ്ങനെ നടക്കുക. ഈ സമയം പിന്നീട് നമ്മുടെ സുമിത്രയെ കാണിക്കുന്നത്. സുമിത്ര ഇങ്ങനെ വീട്ടിലിരുന്ന് ആലോചിക്കുവാണ് ആ കണ്ട കാര്യങ്ങളെ പറ്റിയും അതുപോലെ അറിഞ്ഞ കാര്യങ്ങളെ പറ്റിയും ഒക്കെ. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും രോഹിത്തിൻ്റെ ഈ സ്വത്ത് പോയത് അല്ലെങ്കിൽ രോഹിത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തേടി പിടിച്ച് അതിനുള്ള പരിഹാരം കാണണം എന്ന് തന്നെ നമ്മുടെ സുമിത്ര തീരുമാനിക്കുക. കാരണം സുമിത്രയ്ക്ക് വേണ്ട, പക്ഷെ രോഹിത്തിൻ്റെ മകൾക്ക് അവകാശപ്പെട്ടതൊക്കെ ഒരർഹതയില്ലാത്തവർ തട്ടിപ്പറിച്ചെടുക്കുന്നത് വെറും കൈയോടെ നോക്കിയിരിക്കാൻ നമ്മുടെ സുമിത്രയെ കൊണ്ടാവില്ലല്ലോ. സുമിത്രയ്ക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാനും ആവില്ല. അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ഈ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതുകൊണ്ട് സുമിത്ര ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇനിയിപ്പോൾ സുമിത്രയുടെ കരുനീക്കങ്ങൾ എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു പേടിയും ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് രഞ്ജിതയ്ക്കുള്ളത്. രഞ്ജിത എന്നിട്ട് എന്ത് ചെയ്തു, വേഗം തന്നെ ഈ വക്കീലിനെ വിളിച്ചു വരുത്തി വക്കീലുമായിട്ട് സംസാരിക്കുവാണ് ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ വക്കീൽ വന്നപ്പോൾ ചോദിച്ചു, എന്താണ് മാഡം, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടുപിടിച്ചിട്ടുള്ളത് വക്കീലിനെയാണെന്നും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് വക്കീലിനാണെന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് ബാക്കിയായി എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്നിങ്ങനെ ഈ രഞ്ജിത ഇയാളോട് ചോദിച്ചപ്പം മനസ്സിലായി മേഡോ എന്ന് പറഞ്ഞു. സുമിത്രയെന്ന് പറയുന്നവൾ തിരിച്ചു വരുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല. മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നാണ് അവൾ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ആ വരവ് അത് ചെറുതായി കാണാനൊന്നും പറ്റില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ രഞ്ജിത പറഞ്ഞപ്പോൾ അത് മേഡം പറഞ്ഞത് ശരിയാണ്. സുമിത്രയെ ഒരിക്കലും മേഡം കുറച്ച് കാണരുതെന്ന് അയാളും പറഞ്ഞു. കാരണം സുമിത്രയെന്ന് പറയുന്ന വ്യക്തി അതൊരു വല്ലാത്ത സാധനം തന്നെയാണെന്നും കാണുന്നത് പോലെയൊന്നുമല്ല. ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംശയമോ മറ്റോ തോന്നിയാൽ അതിൻ്റെ സത്യം കണ്ടുപിടിക്കാതെ ആ പുള്ളിക്കാരി പിന്നെ അടങ്ങുകയില്ല. ആ പുള്ളിക്കാരി അതിനേതറ്റം വരെ പോവുകയും ചെയ്യുമെന്നും പറഞ്ഞു. സത്യസന്ധമല്ലാത്ത ഒരു കാര്യങ്ങൾക്കും ഈ സുമിത്രയെന്ന് പറയുന്ന ആൾ നിന്ന് തരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ എനിക്കറിയാടോ. അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മളുടെ ഈ ഒരു പ്രവർത്തിക്ക് എങ്ങനെ സുമിത്രയ്ക്ക് പിടികൊടുക്കാതിരിക്കാമെന്ന് ആലോചിച്ചത്. അതിനാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നടന്ന കളികളിലൊന്നും ഒരു പോറൽ പോലും പറ്റാതെ എല്ലാം തിരിച്ച് എൻ്റെ കൈവെള്ളയിൽ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളോട് ഇങ്ങനെ പറയുക. അപ്പോൾ മേഡം ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നോക്കാമെന്നല്ല പറയേണ്ടത്, എനിക്കതിനുള്ള സൊല്യൂഷൻ താൻ കണ്ടുപിടിച്ച് തന്നേ പറ്റുമെന്നും കൂടെ ഈ പുള്ളിക്കാരി തറപ്പിച്ച് പറയുവാണ്. അങ്ങനെ വക്കീലിനെ കൂട്ടുപിടിച്ച് സുമിത്രയെന്ന് പറയുന്ന ആ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ ആ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആശാത്തി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പരിശ്രമങ്ങളും കാര്യങ്ങളും ഇവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് പങ്കജ്
പൂജയോടുള്ള പക മൂലം പൂജയെ നശിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം, പറ്റുന്ന സാധ്യതകളെല്ലാം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും പങ്കജ് ഇത്തവണ നമ്മുടെ പൂജയുടെ ആ ഒരു വരുമാനത്തിലാണ് തൊട്ട് കളിച്ചിരിക്കുന്നത്, ജോലിയിൽ. പൂജയ്ക്കൊരു ലൈബ്രറിയിൽ ജോലിയുണ്ടല്ലോ, ആ ജോലി നഷ്ടപ്പെടുത്തി കളയാനാണ് പങ്കജ് ശ്രമിച്ചത്. അപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതിരിക്കുന്ന പൂജയെ താൻ ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു മൈൻഡിലേക്ക് കൊണ്ടുവരാനാണ് ഇവൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ആ ലൈബ്രറിയുടെ ഉടമയെ പോയി കണ്ടു. അയാളെ പോയി കണ്ടതിന് ശേഷം അയാൾക്ക് കുറച്ച് പൈസയൊക്കെ കയ്യിലേക്ക് വാരി എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഇതെന്തിനാണെന്ന് അയാൾ ചോദിച്ചപ്പോൾ അയാളോട് പൂജയുടെ കാര്യം പറയുവാണ്. പൂജയ്ക്ക് ഇനി ആ ലൈബ്രറിയിൽ ജോലി കൊടുക്കരുതെന്നും ഇന്ന് തന്നെ പൂജയെ ആ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം എന്നുള്ള കാര്യങ്ങളും പറയാം. എന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അയാളോട് പറഞ്ഞു. ഈ പൈസയും കൊടുത്തു. ഇതൊക്കെ കൊടുത്തും അതുപോലെ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ കണ്ട് അയാൾ അങ്ങ് മതിമറന്നുപോയി. അപ്പോൾ ഇനിയും എന്നെക്കൊണ്ട് തനിക്ക് ഉപകാരങ്ങൾ ഉണ്ടാകുമെന്ന് പങ്കജ് പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ ഈ പങ്കജ് ചെയ്തു കൂട്ടുന്നു. പാവം നമ്മുടെ പൂജ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ സാധാരണ ജോലിക്ക് പോകുന്നതിനും മുമ്പുള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പൂജ അമ്മയോടും മറ്റുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് ജോലിക്ക് പോണു. അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് അയാൾ അവിടെ പൂജ വരുന്നത് കാത്തങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ഈ പങ്കജും ആ ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. എന്താ, പൂജ ജോലി നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോരുന്നത് കാണാനായിട്ട്. പൂജ ജോലിക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ അയാൾ പൂജയോട് വളരെ ദേഷ്യത്തോടു കൂടിയും മര്യാദ കെട്ടുമൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ പൂജയ്ക്ക് ആകെ ടെൻഷനായി, സാറെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ പൂജ ചോദിച്ചു, സാറിന് എന്താ പറ്റിയേ, സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, നിന്നെ വിശ്വസിച്ച് ഇവിടെ ജോലി തന്ന് എനിക്കാണ് ഇപ്പോൾ പിഴവ് പറ്റിയിരിക്കുന്നതെന്നും ഇനി നീ ഈ ജോലിയിൽ തുടരണ്ടെന്നും ഇവിടെ നിന്ന് പൊയ്ക്കോളാനൊക്കെ പറഞ്ഞു. സാർ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് പൂജ ചോദിച്ചപ്പോൾ, അതെ, ഇനി പൂജയ്ക്ക് ഇവിടെ ജോലി ഇല്ല എന്ന് പറയുക. അപ്പം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പൂജ ചോദിച്ചെങ്കിലും അയാൾ പൂജയോടൊന്നും വ്യക്തമായി പറഞ്ഞില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തത ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പൂജ എന്തോ വലിയ തെറ്റ് ചെയ്തു, പൂജ കാരണം ആ ലൈബ്രറിക്ക് എന്തോ പ്രശ്നം പറ്റിയെന്നൊക്കെയാണ് ആശാൻ പറയുന്നത്. അങ്ങനത്തെ നമ്മുടെ പൂജയെ അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പം മനസ്സ് വേദനിച്ച് കരഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ ഇങ്ങനെ ഇറങ്ങി വരുക. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന പൂജയെ കണ്ട് പങ്കജ് അപ്പുറം മാറി നിന്നിങ്ങനെ ചിരിക്കുവാണ്. അപ്പോൾ ഈ വിഷമിച്ച് നമ്മുടെ പൂജ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ, വീട്ടിലോട്ട് ചെന്നു. അപ്പം മോളെന്താ തിരിച്ചു വന്നതെന്നുള്ള കാര്യം സുമിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ജോലി പോയതിനെ പറ്റി പൂജ പറയുകയാണ് സുമിത്രയോട്. ജോലി പോവേ, മോൾ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, എന്നോട് ഇനി ജോലിക്ക് ചെല്ലണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പവും അതുപോലെ നമ്മുടെ ദീപും ഒക്കെ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, എന്തായാലും നമുക്കിതല്ലെങ്കിൽ വേറൊരു ജോലി അത് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞാനൊരു തെറ്റും ചെയ്യാതെ എന്തിനാ അവരെന്നെ പറഞ്ഞു വിട്ടതെന്നൊക്കെ ഇങ്ങനെ നേരം ചോദിക്കുവാണ് പൂജയെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ സുമിത്രയ്ക്ക് ദേഷ്യം വന്നു. കൊച്ചിനെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും ആരെയും സുമിത്ര അനുവദിക്കുന്നതല്ലല്ലോ. സുമിത്ര എന്നിട്ട് പറഞ്ഞു, മോള് ടെൻഷനൊന്നും ആവണ്ട, എന്താണ് മോളുടെ ജോലി പോയതെന്നും അതിനുള്ള കാരണം എന്താണെന്നും അയാളുടെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം എന്നും പറഞ്ഞ് സുമിത്ര പറയുക. എന്നിട്ട് സുമിത്ര രണ്ടും കൽപ്പിച്ച് മകളോടൊപ്പം തന്നെ ഇയാളെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഇയാളെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഇവർ ദീപുവും അതുപോലെ ചിത്രയൊക്കെ തടഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സുമിത്ര ആരാ മോള്, സുമിത്ര ചുമ്മാ കയറിയിരിക്കുമോ. അങ്ങനെ സുമിത്ര തൻ്റെ മകളുടെ കയ്യും പിടിച്ച് മകളുടെ ജോലി കളഞ്ഞവൻ്റെ മുന്നിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ പൂജയെ ദ്രോഹിച്ചവൻ്റെ മുന്നിൽ ചെന്ന് ചോദ്യങ്ങൾ ഓരോന്നായി മണിയായി ചോദിച്ച് നമ്മുടെ സുമിത്ര സംഹാര താണ്ഡവമാടുമ്പോൾ ഇതൊക്കെ കണ്ട് പങ്കജും അപ്പുറം മാറി നിൽപ്പുണ്ട്. അവൻ പോയില്ല, ഇവന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ നല്ല മണിയായിട്ട് സുമിത്ര കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇവനൊന്ന് ടെൻഷനായി. പങ്കജ് പെട്ടെന്ന് പങ്കജ് അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോയി. കാരണം പങ്കജിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, പങ്കജിന് ആകെ പ്രശ്നമാകുമല്ലോ. സുമിത്ര എങ്ങാനും കണ്ട അത് കാര്യമാകുമെന്ന് പങ്കജിന് അറിയാവുന്നതുകൊണ്ട് പങ്കജ് അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ നമ്മുടെ പൂജയോട് അപമര്യാദയായി പെരുമാറി പൂജയുടെ ജോലിയും കളഞ്ഞ് അവനെ ശരിക്കും പറഞ്ഞാൽ വലിച്ച് കീറി നമ്മുടെ സുമിത്ര. അവിടെ ചെന്ന് അവൻ്റെ ലൈബ്രറിയൊക്കെ അടിച്ച് തകർക്കുന്ന രീതിയിലാണ് സുമിത്ര സംസാരിച്ചത്. എന്നിട്ട് സുമിത്ര അവസാനത്താക്കിയതായിട്ട് പറഞ്ഞു, എൻ്റെ മകൾ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മാന്യമായി ജോലി ചെയ്തിട്ടേ ഉള്ളൂ. ആ മാന്യമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മോളെ പറഞ്ഞു വിട്ട താൻ ഇനി അധികകാലം ഈ ലൈബ്രറി നടത്തില്ല എന്ന്. സുമിത്ര അതും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാളും പെട്ടു. ദൈവമേ, ഈ പെണ്ണുമ്പുള്ളി ഇനി എന്നതാണ് ഒപ്പിക്കാൻ പോകുന്നതെന്നിങ്ങനെ അങ്ങനെ അയാളും ചിന്തിക്കുക.
എന്താണ് എൻ്റെ മകൾ ഈ ലൈബ്രറിയിൽ ചെയ്ത തെറ്റ് എന്ന് എനിക്ക് അറിയണം, അറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നും സുമിത്ര തറപ്പിച്ചു പറയുന്നതോടെ ഇയാൾ പെട്ടു. ഇയാൾ എന്നിട്ട് ഇങ്ങനെ കിടന്ന് ബപ്പ വെക്കുവാണ്. അപ്പോൾ നമ്മുടെ പൂജയും അവിടെ നിന്ന് ഇങ്ങനെ സുമിത്രയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ സാർ എന്നെ ഇതിൽ നിന്ന് പിരിച്ചു വിട്ടതെന്നൊക്കെ. അങ്ങനെ എല്ലാം നിഷ്പ്രയാസമായിട്ട് സാധിക്കുമെന്ന് അയാൾ വിചാരിച്ചെടുത്തത് ഇതൊരു വമ്പൻ പ്രശ്നമാക്കി തന്നെ നമ്മുടെ സുമിത്ര മാറ്റുന്നു. അങ്ങനെ സുമിത്ര ആരാണെന്നും സുമിത്രയുടെ പവർ എന്താണെന്നും സുമിത്രയുടെ കരുനീക്കങ്ങൾ എന്താണെന്നും പങ്കജ് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിന് ഏകദേശമൊക്കെ ഒരു ധാരണയായി ഇനിയിപ്പോൾ വലിയ കളികളൊന്നും അവിടെ നേരിട്ട് ഏക്കുകയില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് പങ്കജ് നേരെ വീട്ടിലേക്ക് ചെന്ന് രഞ്ജിതയോടും അച്ഛനോടൊക്കെ ഈ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ സുമിത്രയുടെ ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കും ചെറിയ ടെൻഷൻ കൂടി. അങ്ങനെ അവരും ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുവാണ്. ഇനിയിപ്പോൾ എന്താണ് മുന്നോട്ടൊരു മാർഗം എന്ന് ആലോചിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയാണ് നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.